സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് ഇപ്പോൾ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യണം. അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ ആംഗ്ലിക്കൻ സഭാ ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ അദ്ദേഹം ആണ് ഈ കൊല്ലം സുധിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് വളരെ പറയുമ്പോൾ ആ സമയം തന്നെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കുറച്ച് സ്ഥലം ഭൂമി വിട്ടു തന്നു. ഹലോ, ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന ഒരു സൈബർ അറ്റാക്ക്, ഇതിനെക്കുറിച്ചിട്ട് രേണു സുധി ബിഗ് ബോസിലുള്ള സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സഹായിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഇതായിരുന്നു ഹെഡ്ലൈൻ. ഈ സമയത്ത്, അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഇട്ട സമയത്ത്, കുറച്ച് പേര് വന്നിട്ട് അതിൻ്റെ താഴെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നുമല്ല, അങ്ങേരുടെ കയ്യിലിരിപ്പിൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരാൾക്കൊരു സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ അവരൊന്ന് സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഇത്രമാത്രം അപമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ വലിച്ചഴിച്ച് മീഡിയയുടെ മുന്നിൽ കൊണ്ടിട്ടത് രേണു സുധി എന്ന വ്യക്തിയാണ്. അദ്ദേഹം രേണു സുധിക്കെതിരെ പ്രതികരിച്ച രീതി മാറിയിട്ടുണ്ടെങ്കിൽ അത് രേണു സുധി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു ബാഡ് ഇമേജ് കൊണ്ട് മാത്രമാണ്. ആരാണേലും ചെയ്തു പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരാളെ സഹായിച്ചിട്ട് ആ സഹായത്തിൻ്റെ പിറകെ വരുന്ന അപമാനങ്ങൾ ഏറ്റുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ഇപ്പോൾ ഇത് കൂടിയപ്പോൾ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. കുറേ എണ്ണങ്ങൾ പോയി ജയിലിൽ കിടക്കണം. കേസ് വെറുതെ കൊടുത്താൽ പോരാ, അകത്ത് കിടക്കുന്ന രീതിയിൽ കേസ് വരണം. കാരണം അത്രയ്ക്ക് അപമാനിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ. എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഞാനിവിടെ ഇതിൻ്റെ കൂടെ വയ്ക്കാം. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. എത്ര മാത്രം ദുഷിച്ച മനസ്സാണ് ആ സ്ത്രീക്കെന്നുള്ളത്. നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്ന വ്യക്തി, എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ പ്രചരിക്കുകയാണ്. അതിനൊരേ കാരണമേ ഉള്ളൂ, രേണു സുധി. കീർത്തിപ്പെടുത്തൽ നിയന്ത്രണമില്ലാതെ വന്നതോടെയാണ് ബിഷപ്പ് പ്രതികരിക്കാൻ തയ്യാറായത്. കുറച്ച് ചില കാലങ്ങളായിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ വളരെ രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ മാനസികമായിട്ട് എൻ്റെ ഔദ്യോഗിക വൈദിക വൃത്തി, മിഷണറി ജീവിതത്തെ പോലും വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചില സൈബർ ഇടങ്ങളിൽ നിന്നും അധിക്ഷേപങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുവാൻ തക്കവണ്ണമിടയായി. ബിഷപ്പ് നോബൽ അമ്പലവയലിന്റെ പരാതിയിൽ തൃക്കൊടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അധിക്ഷേപങ്ങൾ തുടർന്നാൽ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാനാണ് ബിഷപ്പിന്റെ തീരുമാനം. ഈ അദ്ദേഹത്തിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് പറ്റുമോ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഉള്ള സ്ഥലം ഒന്ന് കൊടുത്തിട്ട് വേറൊരാളെ സഹായിക്കാൻ? ആ മനുഷ്യനെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും മറ്റുള്ള ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റാത്ത കുറേ എണ്ണങ്ങൾ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലടക്കം പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആര് മൂലമാണെന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. ആരെ സഹായിച്ച് തുടങ്ങിയത് പിന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ആ വ്യക്തിയുടെ ഫാൻസ് കുറേ ആൾക്കാർ വന്നിട്ട് അങ്ങ് തുടങ്ങും മെഴുകാൻ. നിങ്ങൾ മെഴുക്, ഉള്ള കാര്യങ്ങൾ പറയുന്നില്ല, എനിക്കൊരു പേടിയുമില്ല. ഒരു സഹായിച്ചതിൻ്റെ പേരിലാണ് ഇത്രയും അനുഭവിക്കുന്നത് കേട്ടോ. കേസ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, എല്ലാത്തിനും പിടിച്ച് അങ്ങ് അകത്തിടട്ടെ, വെറുതെ ഇട്ടാൽ പോരാ, കിടക്കണം അവിടെ. എന്നാലേ ഇതുങ്ങളൊക്കെ പഠിക്കൂ. ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, അതുങ്ങൾ വായി തോന്നിയത് വിളിച്ച് പറയുന്ന കുറേ എണ്ണങ്ങളുണ്ട്. പഠിക്കട്ടെ. ശരി എന്നാൽ.